ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ബ്രിക്സ് ഉച്ചകോടി നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകണം. നമ്മുടെ രാജ്യമാണ് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ശേഷം FCRA നിയമം കൊണ്ടുവരും എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അടിയന്തരമായിട്ടൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷം അടിയന്തരമായ ഒരു പാർലമെന്റ് സമ്മേളനം കേന്ദ്ര സർക്കാർ വിളിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ബ്രിക്സ് സമ്മേളനം നമ്മളെക്കുറിച്ച് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ബ്രിക്സ് സമ്മേളനത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, കാരണം ബ്രിക്സ് എന്ന് പറയുന്നത് ഇപ്പോ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ബ്രിക്സ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും പാശ്ചാത്യ ലോകങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അതിൽ യൂണിറ്റ് എന്ന് പറയുന്ന ഒരു കറൻസിയുടെ ഇതുണ്ടാകുമോ, അനൗൺസ്മെന്റ് ഉണ്ടാകുമോ, മറിച്ച് എന്തൊക്കെ തീരുമാനങ്ങളായിരിക്കും ഇന്ത്യ, റഷ്യ, ചൈന, പിന്നെ ഇറാന്റെ പ്രതിനിധികൾ വരും, അവർ ചേർന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതാണ് ഇനി അങ്ങോട്ട് ബ്രിക്സിന് ശേഷമാണ് ഇനി അങ്ങോട്ട് ഈ യുദ്ധത്തിന്റെ ഗതിയും ലോകരാജ്യങ്ങളുടെ സഞ്ചാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉടനെ അടിയന്തരമായിട്ടൊരു പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ട ആവശ്യം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ മനസ്സിൽ എന്താണ്? എന്തെങ്കിലും ഒരു വലിയ സംഭവം, എന്തെങ്കിലും ഒരു വലിയ ബില്ല് കാര്യങ്ങൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഇനി കൊണ്ടുവരാനുണ്ടോ? ഈ FCRA പാസ്സാക്കാനാണോ ഉടനെ തന്നെ വിളിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഇതിനൊരു വ്യക്തതയില്ല, ക്ലാരിറ്റി ഇല്ല. കേന്ദ്രം എന്താണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ FCRA കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും അസന്നിഗ്ധമായിട്ട് പറഞ്ഞിരുന്നു കൊണ്ടുവന്നിരിക്കും, പക്ഷെ കൊണ്ടുവന്നില്ല. ഇപ്പോൾ അടിയന്തരമായിട്ട് ബ്രിക്സിന് ശേഷം പുതിയൊരു പാർലമെന്റ് സമ്മേളനം വിളിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ മനസ്സിൽ? അങ്ങനെ ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. BJPയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയൊന്നും ഇത്ര വൈകിയ ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. രണ്ടാമത് അവരുടെ നിതിൻ നബീൻ ദേശീയ അധ്യക്ഷൻ അധികാരത്തിൽ ഏറിയിട്ട് 8 മാസത്തോളം അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താഴെ തട്ടിലുള്ള അതൊന്നും പുനഃസംഘടിപ്പിച്ചിട്ടില്ല, പുതിയ ആളുകളൊന്നും വന്നിട്ടില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്ന സമരം. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമ്മേളനം വരുന്നു. ആ സമ്മേളനത്തിനിടയിൽ പാർട്ടികളുടെ ഒരു പ്രതിഷേധം വരുന്നു. അങ്ങനെ ആകെ ഒന്ന് ഇതായിട്ട് നിൽക്കുന്ന, അതായത് ഒരു ലക്ഷ്യമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ സാഹചര്യത്തെ തടയിടാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ആ ലോക്സഭാ സമ്മേളനത്തിലേക്ക് അവർ കൊണ്ടുവരാൻ ഇരുന്ന ബില്ലുകൾ അനവധി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവർ പല കക്ഷികളുമായി രഹസ്യമായി ചർച്ചകളും നടത്തി തുടങ്ങിയിരുന്നു. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റിയില്ല. ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് സെപ്റ്റംബർ 2ാം വാരം, അതായത് പകുതി 15ാം തീയതിക്ക് ശേഷം, അതായത് 11, 12, 13 തീയതികളിലാണ് ബ്രിക്സ് ഉച്ചകോടി ദില്ലിയിൽ നടക്കുന്നത്. അപ്പം അതിന്റെ ശേഷം 15ാം തീയതി കൂടി ലോക്സഭാ സമ്മേളനം വിളിക്കുകയും അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് വനിതാ സംവരണ ബില്ല് കൊണ്ടുവരിക എന്നുള്ള അതിലാണ് വിളിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. പക്ഷെ വനിതാ സംവരണ ബില്ല് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഡീലിമിറ്റേഷൻ വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല. കാരണം അത് ഈ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിന് മുൻപ് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ റിപ്പോർട്ട് കിട്ടാതെ, സംയുക്ത പാർലമെന്റ് സമിതിയുടെ റിപ്പോർട്ട് കിട്ടാതെ പിന്നെ അത് ഈ സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ അതിനിടയ്ക്ക് FCRA വരുമോ എന്നൊരു സംശയമുണ്ട്. സാധ്യതകൾ ഇല്ലാതില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം BJP സംബന്ധിച്ച് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് പ്രതിപക്ഷത്തിന് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ഒരു ബ്രേക്ക് അവർക്ക് ആവശ്യമാണ്. ഒരു റീലോഡഡ് ആയിട്ട് അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവരൊരു എന്താ പറയുക, മന്ദിപ്പായിരുന്നു. മന്ദതയിൽ കടന്നു പോകുന്ന ഒരു സർക്കാർ. നമ്മളൊന്നും വലിയതായിട്ട് വാർത്തകളൊന്നും കേൾക്കുന്നില്ല, ഇവരാരും ഒന്നും പറയുന്നില്ല, ഇങ്ങനെ പോകുന്നു. ഒരു അലസമായിട്ടുള്ളതായിരുന്നെങ്കിൽ വീണ്ടും BJP ഒന്നുകൂടെ, അതെല്ലാ കാലവും ഉള്ളതാണ്. അവർക്കൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അവർ പൂർവാധികം ശക്തിയോടെ റീഷഫിൾ ചെയ്തിട്ട് അവരുടെ ടീമിനെ മുഴുവൻ മാറ്റി. ഇപ്പോൾ ഈ ടീമിനെ മാറ്റിയതിന്റെ ഗുണം സോഷ്യൽ മീഡിയ അടക്കം കാണാനുമുണ്ട്. പുതിയ സോഷ്യൽ മീഡിയ തലവൻ വന്നതോടുകൂടി അതിലൊക്കെ ചേഞ്ചുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്മൃതി ഇറാനി വന്നതോടുകൂടി തന്നെ കുറച്ചുകൂടെ ആക്റ്റീവ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ എല്ലാവരും തന്നെ വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഇതിനോട് ഇടയ്ക്ക് തന്നെ ഇത്തവണ ലോക്സഭ അടിയന്തരമായി വിളിച്ചു ചേർത്തുകൊണ്ട് വനിതാ സംവരണ ബില്ലും ഒപ്പം തന്നെ ഈ പറയുന്ന ഡീലിമിറ്റേഷൻ ബില്ലും കൊണ്ടുവരിക. അതിന്റെ ഇടയിൽ FCR ഉൾപ്പെടെയുള്ളത് കാണും. കാരണം അത് ഒരു പ്രാധാന്യമുള്ളതാണെങ്കിൽ പോലും ഇത്രത്തോളം പ്രാധാന്യം അതിനില്ല. ഇവിടെ BJPക്ക് അതിന് കൂടുതൽ ആവേശമാകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DMK BJP പക്ഷത്തേക്ക് എത്തുകയാണ്. അതിൽ കഴിഞ്ഞ ദിവസം MK സ്റ്റാലിൻ നരേന്ദ്രമോദിയുമായി കണ്ട് ചർച്ച നടത്തി. ഒരുപക്ഷെ കനിമൊഴി വീണ്ടും NDAയുടെ ഭാഗമായി മന്ത്രിയായേക്കും, കേന്ദ്രമന്ത്രിയാകാൻ സാധ്യതകൾ കൂടുതലാണ്. ഒപ്പം തന്നെ ശരത് പവാറിന്റെ സ്പെക്ട്രം അഴിമതിയിൽ അതെ 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 അത്രയും വലിയൊരു അഴിമതിയായിട്ടുള്ള ഫിഗർ, പ്രത്യേകിച്ച് നമ്മുടെ മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കാൻ തന്നെ കെൽപ്പുള്ള ഒരു അഴിമതിയായിരുന്നു 2G സ്പെക്ട്രം അഴിമതി. ആ അഴിമതി നടത്തിയ ഒരു സ്ത്രീയെ BJP അവരുടെ മന്ത്രിയാക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിച്ഛായ അല്ല. 2G സ്പെക്ട്രത്തിന്റെ ഒരു കേസ്, 2G സ്പെക്ട്രത്തിനകത്ത് ഈ രാജയായിരുന്നു അതിനകത്ത് മെയിൻ റോള്. എന്തായാലും അഴിമതി ഉണ്ടായിരുന്നു, വലിയ അഴിമതി തന്നെയാണ് DMK നടത്തിയിരിക്കുന്നത്. 2G സ്പെക്ട്രം മാത്രമല്ല, വമ്പൻ അഴിമതി. അപ്പം ഈ അഴിമതികളുടെ ഒക്കെ ഭാഗം തന്നെയായിരുന്നു ഈ പറയുന്ന കനിമൊഴി എന്ന് പറയുന്നത്.
പിന്നെ ഈ രാഷ്ട്രീയത്തിൽ എന്താണ് പറയുന്നത്, പ്രത്യേകിച്ച് അങ്ങനെ ഈ ഒരു ഉറച്ച നിലപാട് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പി PDP ആയിട്ട് കൂട്ടുകൂടുന്നില്ല. PDP എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ BJP ഒരിക്കലും കൂട്ടുകൂടാത്തൊരു പാർട്ടിയാണ്. PDP കൂട്ടുകൂടാൻ കഴിയാത്ത ഒരു പാർട്ടി എങ്ങനെ നോക്കിയാലും. കാരണം കാശ്മീർ വിഘടിപ്പിക്കണമെന്ന് പറയുന്ന ശത്രുക്കളില്ല ഒരു എന്നാണ് ശത്രുവില്ല. പറയുന്നത്. അപ്പോ ഇത് കണ്ടുകൊണ്ടാണോ ബിജോട്ടാ ഇപ്പോ വിജയ് അമിത്ഷായുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ വലിയൊരു തരംഗം ഉണ്ടായിട്ടുണ്ട്? വിജയ് ആ സമയത്ത് ഡീലിമിറ്റേഷൻ ബില്ലിനെ എതിർക്കുന്ന കാര്യങ്ങളൊന്നും അമിത്ഷായോട് പറഞ്ഞിട്ടില്ല. വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അമിത്ഷായുടെ മുമ്പിൽ കുമ്പിട്ടിരിക്കുന്ന ഒരു വിജയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വിജയ് തമിഴ്നാട്ടിൽ വലിയ ഇഷ്യൂ ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം പാത്ത് പണ്ണുങ്കോ എന്നാണ് വിജയ് നമ്മുടെ അമിത്ഷായോട് പറഞ്ഞത്. അപ്പൊ ഈ DMK അടുക്കുന്നത് കൊണ്ടാണോ വിജയ് ഇപ്പോ അമിത്ഷായുടെ മുമ്പിൽ പത്തി മടക്കി നിൽക്കുന്നത്? അല്ലെങ്കിൽ അമിത്ഷായുടെ B ടീമാണെന്ന് അവർ പറയും. അല്ല, അത് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. വിജയ് കുറച്ചുകൂടെ ബുദ്ധിമാനായിട്ടൊരു ഭരണാധികാരിയായിട്ടാണ് എനിക്ക് ഇത്തരം നാൾക്കകം തോന്നിയിരിക്കുന്നത്. കാരണം കേന്ദ്ര പദ്ധതികളില്ലാതെ ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകില്ലെന്ന് വിജയ്ക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ കേന്ദ്രമായിട്ട് ഉടക്കിയിട്ട് മുമ്പോട്ട് പോയ ഭരണാധികാരികൾ എങ്ങനെയാണ് മുൻകാലങ്ങളിൽ തമിഴ്നാടിനെ കുളവാക്കിയതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായി തന്നെ ഒത്തുനിൽക്കുക എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത്. പക്ഷെ ഞാൻ പറയാറുണ്ട് എപ്പോഴും, BJPക്ക് എപ്പോഴും ഭാര്യ ഉള്ളപ്പോൾ തന്നെ കാമുകയുമുണ്ട്. അവർ പല സ്റ്റേറ്റിലും അങ്ങനെയാണ് അവർക്ക്. അതായത് ചന്ദ്രബാബു നായിഡു ഭാര്യയായിട്ടിരിക്കുമ്പോൾ പിന്നെ ജഗൻമോഹൻ റെഡ്ഡി കാമുകയാണ്. ജഗൻമോഹൻ റെഡ്ഡി ഭാര്യയായിട്ടിരിക്കുമ്പോൾ ചന്ദ്രബാബു നായിഡു കാമുകയാണ്. ഒഡീഷയിലേക്ക് വന്ന ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക് കാമുകയാണ്. പിന്നെ അവിടെ BJP അവർ കൊണ്ടു നടക്കും. ഇപ്പൊ BJP അധികാരത്തിലേറി. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡബിൾ ഗെയിം കളിക്കാൻ ഇവർ മിടുക്കന്മാരാണ് ഒരേ സമയം. പിന്നെ തമിഴ്നാട്ടിൽ എന്താ പറഞ്ഞ ചിന്ന വീട് തായ് വീട്, ആ രണ്ട് വീടും സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിൽ വളരെ വിദഗ്ധനുമാണ് ഇവര്. അത് ഒരേ സമയം തന്നെ DMK ഭാര്യയായിട്ട് വെച്ചുകൊണ്ട് വിജയുമായിട്ട് അവർക്കൊരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാണ്. പിന്നെ വിജയെ സംബന്ധിച്ച് പാർലമെന്റിൽ അവർക്ക് പവറില്ല. പാർലമെന്റിൽ അവർക്ക് MP മാരൊന്നുമില്ല. പവർ ഉള്ളത് DMKക്ക് ADMKക്കും ഒക്കെയാണ്. ADMKക്ക് ഒരു MP കണ്ടുണ്ട്. DMKക്ക് ഒക്കെയാണ് പവർ എന്നൊക്കെയാണ് പറയുന്നത്. അത് ശരിക്കും ഭയപ്പെടുത്തുന്ന രാഹുലിനെ ആയിരിക്കും. രാഹുൽ അത് കേട്ട് ഞെട്ടിക്കാണും. കാരണം ഇവനെ മുഖ്യമന്ത്രി ആക്കണ്ടായിരുന്നു. ഇപ്പൊ ഞാനായിരുന്നു ഇതുവരെ പ്രധാനമന്ത്രി. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയില്ലേ? കാരണം വിജയ് ഇനി ഇപ്പോ ഈ പോക്ക് പോവുകയാണെങ്കിൽ അടുത്ത തവണ ലോക്സഭാ ഇലക്ഷന് തമിഴ്നാട് മൊത്തം തൂത്തുവാരി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ വിജയ്ക്ക് ചോദിച്ചൂടെ എനിക്ക് പ്രധാനമന്ത്രി ആകണമെന്ന്? പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആകാൻ പറ്റിയ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അത് ശ്രീ MK സ്റ്റാലിനാണ്. അദ്ദേഹം പലവട്ടം തമിഴ്നാട് തൂത്തുവാരിയിട്ടുണ്ട്. അവർക്ക് ഈ മുന്നണിയിൽ വേണമെങ്കിൽ അവർക്ക് പ്രഷർ ചെലുത്തിയിട്ട് പലതും ആകാമായിരുന്നു. പക്ഷെ അവര് വേണമെങ്കിൽ അവർക്ക് ഈ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയൊക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ DMKക്ക്. അവർ അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവർ BJPയുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് അത് നിൽക്കാമായിരുന്നു. പക്ഷെ അവരെ അതിനൊന്നും ഒരുമ്പെട്ടിട്ടില്ല. കാരണം അയാൾ കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. ഒതുക്കത്തിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളൊരു നയമാണ് പുള്ളിക്ക് എല്ലാ കാലവും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഇതിൽ വലിയൊരു ഇതിൽ പോകാതെ ഒതുക്കത്തിൽ നിന്ന് ഒതുക്കിയെടുക്കുക എന്നുള്ള സാധനം. അപ്പൊ ഇവിടെ അങ്ങനെ ഉണ്ട്. തമിഴ്നാടിന്റെ ഒരു മൗനം അതൊരു ഗംഭീര മൗനമാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. NCP വരുന്നതോടുകൂടി മഹാരാഷ്ട്ര പിന്നെ എതിർപ്പ് ഉയർത്താൻ പ്രത്യേകിച്ച് ആരുമില്ല. കോൺഗ്രസേ ഉള്ളൂ. പിന്നെ ഉദ്ധവ് ഊർജ്ജശ്വാസം വലിച്ച് കിടക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടുത്തമില്ല. എല്ലാവരും പോയി. ആകെ ഉള്ളത് മറ്റേ റാവത്ത് മാത്രമാണുള്ളത്. അയാളാണ് ഇങ്ങനെ കുഴി ചാടിച്ച മഹാനാണത്. അപ്പൊ പുള്ളി മാത്രമാണ് ഒരു MP ആയിട്ടുള്ളത്. ബാക്കി അത് പോയി കഴിഞ്ഞിരിക്കുന്നു. ആന്ധ്രയിലാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ YSR കോൺഗ്രസ് ഓൾറെഡി കാമുകയാണ്. അത് ഏത് വിധത്തിൽ വേണമെങ്കിലും ഇവർക്ക് ഇത് മാറ്റിയെടുക്കാൻ കഴിയും. ചന്ദ്രബാബു നായിഡുവിന്റെ സപ്പോർട്ടുണ്ട്. പിന്നെ പിന്നെ അവർക്ക് എതിർപ്പ് ഉയർത്താൻ ശക്തി ഉണ്ടായിരുന്ന ഒരു കൂട്ടരായിരുന്നു നമ്മുടെ തൃണമൂൽ കോൺഗ്രസ്. അതിനെ നെടുകെ പിടർന്നില്ലേ. അപ്പൊ അവരും മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവരുടെ പിണങ്ങി നിന്നൊരു കക്ഷിയുണ്ട്, പഴയ നമ്മുടെ പഞ്ചാബിന്റെ ശിരോമണി അകാലിദൾ. അതിന്റെ അകാലിദൾ നേതാവ് ഹർസിമ്രത് കൗർ ബാദൽ എന്ന് പറയുന്ന അവരുടെ നേതാവ്, അവര് മന്ത്രിയാകുന്നുണ്ട്. ശിവസേനയുടെ ശ്രീകാന്ത് ഷിൻഡെ ക്യാബിനറ്റ് പദവിയിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ്. പ്രതാപം തിരിച്ചു വരികയാണ്. പഴയ പ്രതാപം എന്നല്ല, ഇവരിപ്പോ ചെയ്തിരിക്കുന്ന പണി. ഇവർ എന്തുകൊണ്ടാണ് ഈ NDA ഇത്ര നാൾ വികസിപ്പിക്കാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഇപ്പൊ 2 തവണയായിട്ട് ഇവർ ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നിരിക്കുക. ഇത്തവണ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്. അപ്പൊ കൂട്ടുകക്ഷി സർക്കാരെ കൊണ്ടുപോവുക, അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട്. കാരണം ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരുമായി കൂടിച്ചേർന്ന് നിന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പൊ വിജയിക്കാണെന്നുണ്ടെങ്കിൽ ഉടക്കിനൊന്നും പോകാതെ ഒരു ഒതുക്കത്തിൽ നിന്നു കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങൾ അവിടെ നടന്നു പോകും. വിജയിക്ക് അതിനകത്തൊക്കെ ബുദ്ധിയുണ്ട്. പോകുന്നൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, DMK കൊണ്ട് ഇനി തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്യിക്കാൻ കഴിയുമെന്ന് BJPക്കും അറിയാം. കാരണം നിലവിൽ 22 MP മാരുണ്ട്, രാജ്യസഭയിൽ 8 MP മാരുണ്ട്. അപ്പൊ അവരുടെ വോട്ടിന് വലിയ വിലയുള്ളതാണ്. ആ MP മാർ വളരെ നിർണായകമായ ഒരു ഘടകമാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈസി ആയിട്ട് ഇവർക്ക് ഈ ബില്ല് പാസ്സാക്കാൻ പറ്റും. അതായത് ഞാൻ ഈ പറഞ്ഞ NCPയും DMKയും കൂടെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ
ഇവർക്ക് ഈ ബില്ലുകളെല്ലാം പാസ്സാക്കി എടുക്കാൻ പറ്റും. അത് ഒരുപക്ഷെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് തിരക്കിട്ട് അവർ ആ നീക്കം നടത്തുന്നതും. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കും. ഇപ്പൊ അവശേഷിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ പിന്നെ ആരുണ്ട്? ആരുമില്ല, കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. പിന്നെ വിരലിലെണ്ണാവുന്ന CPM ഇടതുപക്ഷക്കാരും ഉണ്ട്. പിന്നെ പറയത്തക്ക അവരുടെ കൂടെ നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ആരും തന്നെ ഇല്ല. ആം ആദ്മി അവരുടെ കൂടെയല്ല. പിന്നെ രാഘവ് ചദ്ദ മിനിസ്റ്റർ ആകും എന്ന് പറയുന്നു. അങ്ങനെ കുറെ അധികം പേര് ഇതിലേക്ക് കടന്നു വരുന്നു. ഏതായാലും നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തുന്നത്. അവര് ഇതുവരെ മാറ്റിവെച്ചിരുന്നു, അതായത് കഴിഞ്ഞ തവണ മാറ്റിവെച്ചിരുന്ന എല്ലാ ബില്ലുകളും കൊണ്ടിരുന്നു. ഇപ്പോഴും അവർ ആ ബില്ല് കൊണ്ടിരുന്നതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ് ധനുഷ്, അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു സമ്മേളനം വിളിച്ചുവിട്ട് ചീറ്റാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവര് പിന്നെ ശക്തമായി തന്നെ അത് പാസ്സാകുമെന്ന് അവർക്ക് 100% വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവർ കൊണ്ടിരുന്നത്.